മോനെ, ഇതെൻ്റെ വണ്ടിയാണ്. എന്താ മോന് വേണ്ടത്? ഞാനൊരു ഓപ്പറേഷന് വേണ്ടി ഇറങ്ങിയതാ. മോന് ഈ സോനു ആരാന്നറിയോ? അയ്യോ ചേട്ടാ, ഞാനില്ലേ അപ്പുറത്ത് വരുന്ന ആളാ. ഞാൻ ഇവിടെ ടൂറിന് വേണ്ടി ജസ്റ്റ് ഒരു ട്രിപ്പ് അടിക്കാൻ വേണ്ടി വന്നാണ്. എനിക്കറിഞ്ഞൂടാ ആര് സോനു എന്നൊന്നും. ഏട്ടൻ അന്വേഷിച്ചോ? അല്ല, ഏട്ടനാരാ? ഓ, ഞാൻ ശരിക്കൊരു ഡിറ്റക്റ്റീവാണ്. ഞാൻ ഈ പരിസരത്ത് എന്തോ സോനു എന്നുള്ള പേര് കേട്ടു. അപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടി വന്നതാ. കഴിഞ്ഞ 10 കൊലക്കേസിലും ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്തായിരുന്നു? ഇപ്പം കിട്ടി. ലവ് സ്റ്റോക്ക്. ഭയങ്കര ഓപ്പറേഷൻ എന്നൊക്കെയാണ് പറയണത്. പക്ഷെ എനിക്കറിഞ്ഞൂടാ അതിനെപ്പറ്റി. അതെന്തായാലും ഈ 2 ദിവസം കൊണ്ടൊക്കെ പൊളിയുണ്ടാവും. പക്ഷെ അവനാണ് ഈ ഓപ്പറേഷനൊക്കെ കാരണം. അവനെ പിടിക്കാണ്ടിരിക്കാൻ പറ്റൂല. എന്നാൽ ശരി, മോൻ ട്രിപ്പ് പിടിച്ചോ. ഞാൻ മോനെ അന്വേഷിക്കട്ടെ. ശരി ഏട്ടാ. നല്ലൊരു മനുഷ്യൻ. എന്നാലും ആ സോനുവിനൊന്ന് കണ്ടുപിടിച്ച സുഖമായി. ഏട്ടന് കൊടുക്കുകയും ചെയ്യാം. ഹോട്ടൽ മാല വേണോ? മാല നല്ല മാല വെക്കണോ? നല്ല മാല വേണോ? നല്ല മാല വേണോ? മാലയോ? ചേട്ടാ, ഒരു മാല. ചേട്ടാ, ഇതിനെത്ര വില? ഇത് സാധാരണ മാല, അല്ലാണ്ട് ഗോൾഡ് സിൽവറൊന്നുമല്ല. ഒരു 200 ഉറുപ്പ്യേ ഉള്ളൂ. ചേട്ടാ, ഇതാ മാല ഇടട്ടെ. ഇപ്പോൾ നല്ലൊരു ഇതല്ലേ നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാല? അപ്പം അതാരാ? എനിക്ക് മാല മേടിച്ചതാരാ? ഏയ് ചേട്ടാ, ചേട്ടാ, മാല വിൽക്കട്ടെ. ഇനി വേണോ മാല? അതല്ല. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സോനു. സോനു? എടാ, നിന്നെ ഞാൻ അപ്പൊ നിനക്ക് പിടി കിട്ടി. അപ്പൊ നീയല്ലേ നേരത്തെ എൻ്റെ മാല തട്ടിപ്പറിച്ച് പിന്നെ അതേ മാല എനിക്ക് തരുമല്ലേ? മര്യാദയ്ക്ക് തന്ന എൻ്റെ 200 ഉറുപ്പ്യ. ഈ നേരത്തെ വന്ന ജീപ്പിത്തെ ഏട്ടനെ ഞാൻ നിനക്ക് പിടിച്ചു കൊടുക്കും. ഞാൻ നിങ്ങട്ട് വാ. സോനുവരാന്ന് അപ്പം മനസ്സിലാവും നിങ്ങൾക്കൊക്കെ. വേണ്ട, കൂടുതൽ ഷോർക്കല്ലട്ടാ. അയ്യോ, അങ്ങനെ കിട്ടിയടാ നിന്നെ. അയ്യോ, എന്നെയൊന്നും ചെയ്യില്ലേ. ലാസ്റ്റ് ഓർ കേസ് അത് ഞാൻ വിടൂല. പക്ഷെ നീ എത്ര മുടി പിടിച്ച് വലിച്ചാലും. നീ ഉദ്ദേശിച്ചത് ലവ് സ്റ്റോക്ക് കേസ് നിന്റെ അടുത്ത് ഇല്ലാന്നാണോ അതോ ഉണ്ട് എന്നാണോ? എടാ, ശരിക്കും ഈ ലവ് സ്റ്റോറി കേസ് എൻ്റെത് അല്ല. നിനക്കാള് മാറിയതാടാ. ഞാനല്ല സോനു, ഞാൻ അഭിരാമ, സോനുവിൻ്റെ അനിയൻ. പകൽ വെളിച്ചത്തിലും അന്തരീക്ഷത്തിലും ഭൂമിയിലും സ്വർഗത്തിലും നരകത്തിലും ഇനി അവനില്ല. നിന്റെ അടുത്ത് വന്ന ജീപ്പിലെ പോലീസുകാരൻ, അയാൾ മരിച്ചിട്ട് ഏകദേശം 3 കൊല്ലായി. എനിക്കെല്ലാം കൺഫ്യൂഷൻ ആയി. അപ്പോൾ അയാള് സോനുവിൻ്റെ മേലത്തെ ആത്മാവാണ്. സോനുവിൻ്റെ ആത്മാവ് അയാളുടെ മേത്ത് കയറി അയാളുടെയും സോനുവിൻ്റെയും ആത്മാവ് ചേർന്ന് ഒരു രൂപം ഉണ്ടായി. അത് നിന്റെ രൂപം. ഇപ്പൊ പിടി കിട്ടിയില്ലേ? പക്ഷെ സോനുവിനാരാ കൊന്ന്? പിന്നെ ഈ ലവ് സ്റ്റോറി കേസ് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോനുവിൻ്റെ ഏറ്റവും അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം
അവനൊരു കേസ് തുടങ്ങി. അതാണ് ഈ ലവ് സ്റ്റോറി കേസ്. ആ കേസിന് ശേഷം പോലീസുകാർ മുഴുവൻ അവനെ തേടി നടന്നു. പക്ഷേ ഒരു പോലീസിന് അവനെ കിട്ടി. അവനെ ആ കാട്ടിനുള്ളിൽ കുത്തിക്കൊന്നു. അതാടാ നിന്റെ നടുത്ത് നേരത്തെ വന്ന ജീപ്പിലെ ആള്. അങ്ങനെ സോനുവിൻ്റെ ആത്മാവ് അയാളെയും കൊന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ചേർച്ചയായി. നിന്റെയും എൻ്റെയും രൂപായി. ഓ, നല്ലൊരു ലാവിഷ് കഥ തന്നെ. നമുക്കേ എന്നാ ഒരു ഫ്രണ്ട്സായിട്ട് ക്രിക്കറ്റ് കാണാലോ? നല്ല രസമല്ലേ?